വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഡിസംബർ 20 നടക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ആദ്യ രണ്ട് ഒറ്റ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം ഏതാണ്? സൊല്യൂഷൻ: ആദ്യ രണ്ട് ഒറ്റ അഭാജ്യ സംഖ്യകൾ 3ഉം 5ഉം ആണ്. അപ്പോൾ അതിൻ്റെ ഗുണനഫലം 3 × 5 ഈസ് ഈക്വൽ ടു 15 ആണ്. ആൻസർ ഓപ്ഷൻ എ 15. ചോദ്യം, ഒരാൾ പിയിൽ നിന്നും ക്യൂയിലേക്ക് ശരാശരി 60 km/h വേഗതയിൽ കാറിൽ സഞ്ചരിക്കുന്നു. ശരാശരി 90 km/h വേഗതയിൽ പിയിലേക്ക് മടങ്ങുന്നു. അയാളുടെ യാത്രയുടെ ശരാശരി വേഗത എത്ര? സൊല്യൂഷൻ: ഈ ചോദ്യത്തിൽ ദൂരം സെയിം ആണ്. അതായത് പിയിൽ നിന്ന് ക്യൂവിലേക്ക് സഞ്ചരിക്കുന്നു, തിരിച്ച് ക്യൂവിൽ നിന്ന് പിയിലേക്ക് മടങ്ങുക. അപ്പോൾ ഇവിടെ ദൂരം സെയിം ആണ്. ദൂരം സെയിം ആണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആവറേജ് സ്പീഡ്, ശരാശരി വേഗത ഈസ് ഈക്വൽ ടു 2 × S1 S2 ഡിവൈഡഡ് ബൈ S1 പ്ലസ് S2. S1 S2 തന്നിരിക്കുന്ന രണ്ട് സ്പീഡുകളാണ്. അപ്പോൾ ഇവിടെ S1 60 km/h, S2 90 km/h. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2 × 60 × 90 ഡിവൈഡഡ് ബൈ 60 പ്ലസ് 90 ഈസ് ഈക്വൽ ടു 2 × 60 × 90 ഡിവൈഡഡ് ബൈ 60ഉം 90ഉം 150. അപ്പോൾ ഇവിടെ 30 3 90, 30 5 150, 5 12 60, 12 3 36, 36 2 72 km/h ആണ് ആവറേജ് സ്പീഡ്. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, x/2 + 1/4 ഈസ് ഈക്വൽ ടു 3/4 ആയാൽ എക്സിൻ്റെ വില എന്ത്? സൊല്യൂഷൻ: x/2 + 1/4 ഈസ് ഈക്വൽ ടു 3/4. അപ്പോൾ ഇവിടെ x/2 ഈസ് ഈക്വൽ ടു 3/4 മൈനസ് 1/4. 3/4 മൈനസ് 1/4. 3 മൈനസ് 1 2. 2/4. 2/4 ആകുമ്പോൾ അത് 2 2 4. 1/2. അപ്പോൾ ഇവിടെ x/2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടി. LHSലെയും RHSലെയും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും. അതൊരു ട്രിക്കാണ്. അറിയത്തില്ലാത്തവർ അതൊന്ന് നോട്ട് ചെയ്തോണം. LHSലെയും RHSലെയും ന്യൂമറേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ വെട്ടിപ്പോകുമല്ലോ, രണ്ടും കൂടെ വെട്ടിപ്പോകും. അപ്പോൾ ഇവിടെ x ഈസ് ഈക്വൽ ടു 1. x ഈസ് ഈക്വൽ ടു 1 ആണ്. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, എ ബിയുടെ അമ്മയും സി ബിയുടെ സഹോദരനും ഡി സിയുടെ അച്ഛനുമായാൽ എ ഡിയുടെ ആരാണ്? സൊല്യൂഷൻ: അപ്പോൾ ഇതൊരു ഫാമിലി റിലേഷൻ പ്രോബ്ലം ആണ്. ഫാമിലി റിലേഷൻ പ്രോബ്ലം ഫിഗർ വരച്ചും ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഫിഗർ വരച്ചിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫിഗർ വരയ്ക്കുമ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് മെയിൽ പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യാൻ പ്ലസ് സിമ്പിൾ യൂസ് ചെയ്യും, ഫീമെയിൽ പേഴ്സണെ റെപ്രസെൻ്റ് ചെയ്യാൻ മൈനസ് സിമ്പിൾ യൂസ് ചെയ്യും, കപ്പിൾസിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ യൂസ് ചെയ്യും. സെയിം ജനറേഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ യൂസ് ചെയ്യും. മുകളിലോട്ടുള്ള ജനറേഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ യൂസ് ചെയ്യും. താഴത്തോട്ടുള്ള ജനറേഷൻ ആണെങ്കിൽ ഇങ്ങനത്തെ സിമ്പിൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ സിമ്പിൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ എ ബിയുടെ അമ്മ, അപ്പോൾ ഇവിടെ ബിയുടെ അമ്മയാണ് എ. അപ്പോൾ ഒരു ജനറേഷൻ മുകളിൽ.
എ ഫീമെയിൽ പേഴ്സൺ ആയതുകൊണ്ട് മൈനസ് സിമ്പൽ. എ ബിയുടെ അമ്മയും സി ബിയുടെ സഹോദരനും. ബിയുടെ സഹോദരനാണ് സി, അപ്പോൾ സിക്ക് പ്ലസ് സിമ്പൽ കൊടുത്തു. ഡി സിയുടെ അച്ഛനും. സിയുടെ അച്ഛനാണ് ഡി. ആയാൽ എ ഡിയുടെ ആരാണ്? അപ്പോൾ ഇവിടെ ഈ ഫിഗർ അനുസരിച്ച് ബിയുടെ അമ്മയാണ് എ, ബിയുടെ സഹോദരനാണ് സി. അപ്പം ബിയും സിയും സഹോദരങ്ങളാണ്. അപ്പം ബിയുടെ അമ്മയാണ് എ എങ്കിൽ സിയുടെ അമ്മയാണ് എ. സിയുടെ അച്ഛനാണ് ഡി. സിയുടെ അച്ഛൻ ഡി ആണെങ്കിൽ സിയും ബിയും സഹോദരങ്ങളായതുകൊണ്ട് സിയുടെ അച്ഛനാണ് ഡി എങ്കിൽ ബിയുടെ അച്ഛനാണ് ഡി. അപ്പോൾ ഇവിടെ ഈ ബിയുടെ സിയുടെ അമ്മ എയും ബിയുടെ സിയുടെ അച്ഛൻ ഡിയു ആണ്. അപ്പോൾ എയും ഡിയും ആരായിരിക്കും? കപ്പിൾസ് ആയിരിക്കും. അപ്പോൾ എ ഡിയുടെ ആരാണ്? എ ഡിയുടെ വൈഫാണ്, ഭാര്യ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി, ഭാര്യ. ചോദ്യം, ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 1, 2, 5, 26 ഡാഷ്. സൊല്യൂഷൻ. അപ്പോൾ ഈ സീരീസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. സീരീസ് ഇതാണ്: 1, 2, 5, 26 ഡാഷ്. അപ്പോൾ ഇവിടെ ആദ്യം 1 കഴിഞ്ഞിട്ട് 2 വന്നത് 1 × 1 + 1. 1 1 1 1 1 2. 2 കഴിഞ്ഞ് 5 വന്നത് 2 × 2 + 1. 2 × 2 4, 4 1 5. 5 കഴിഞ്ഞ് 26 വന്നത് 5 × 5 + 1. 5 5 25, 25 1 26. അപ്പോൾ ഇവിടെ അടുത്ത സംഖ്യ വരുന്നത് അതിന് മുമ്പുള്ള സംഖ്യേനെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് 1 കൂട്ടിയാണ്. അപ്പോൾ ഇനി 26 കഴിഞ്ഞുള്ള സംഖ്യ എന്ന് പറയുന്നത് 26 × 26 + 1 ആയിരിക്കും. 26 × 26 676. 676 + 1 677. 677 ആണ് അടുത്ത സംഖ്യ. ആൻസർ ഓപ്ഷൻ ഡി. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ബൈഹാർട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും, കാണുമ്പോൾ മനസ്സിലാക്കാനും പറ്റും. ചോദ്യം, ശ്രേണിയിൽ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. CEF GIJ KMN ഡാഷ്. സൊല്യൂഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. CEF GIJ KMN ഡാഷ്. അപ്പോൾ ഇവിടെ CEF, സി കഴിഞ്ഞ് C+2 ആണ് E. EF E+1 ആണ് F. അത് കഴിഞ്ഞ് F കഴിഞ്ഞ് G, F+1 ആണ് G. GHI, അപ്പോൾ G+2 ആണ് I. IJ I+1 ആണ് J. അത് കഴിഞ്ഞ് അടുത്ത ടൈമിലേക്ക് പോകുമ്പോൾ JK J+1 ആണ് K. KMN K+2 ആണ് M. M കഴിഞ്ഞിട്ട് N വന്നു, M+1 ആണ് N. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ആദ്യം എന്താ, ഓരോ ടൈമിലും +2ഉം +1ഉം ആണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ 1 കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുമ്പോൾ +1 ആഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ഇവിടെ N കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകുമ്പോൾ +1 ആഡ് ചെയ്യണം. N+1 O വരും, N+1 O. O കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തത് O+2 ആണ്. O PQ, O+2 Q. Q കഴിഞ്ഞാൽ Q+1 R. OQR ആണ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, വ്യത്യസ്തമായത് തിരഞ്ഞെടുക്കുക. സമചതുരം, ത്രികോണം, ചതുരം, ചതുരസ്തംഭം. സൊല്യൂഷൻ. ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓപ്ഷൻ ഡി, ചതുരസ്തംഭമാണ് വ്യത്യസ്തമായത്. കാരണം സമചതുരം, ത്രികോണം, ചതുരം ഇത് മൂന്നും 2 ഡയമെൻഷനിൽ ദ്വിമാന രൂപങ്ങളാണ്. ചതുരസ്തംഭം ഒരു 3 ഡയമെൻഷനിൽ ത്രിമാന രൂപമാണ്. എന്താണ് ദ്വിമാന രൂപങ്ങൾ? 2 ഡയമെൻഷനിൽ എന്ന് വെച്ചാൽ അതിന്
നീളവും വീതിയും മാത്രമേ ഉള്ളൂ. 3 ഡയമെൻഷനിൽ ത്രിമാന രൂപത്തിനാണെങ്കിൽ നീളവും വീതിയും ഉയരവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായത് ചതുരസ്തംഭമാണ്. ചോദ്യം 2023 ഫെബ്രുവരി 14 ചൊവ്വാഴ്ചയായാൽ 2023 ഒക്ടോബർ ഏത് ദിവസമാണ്? സൊല്യൂഷൻ 2023 ഫെബ്രുവരി 14 ചൊവ്വാഴ്ച ആയാൽ 2023 ഒക്ടോബർ 3 ഏത് ദിവസമാണ്? അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കുക, അത് തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടുക. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ദിവസം ഏതാണെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കണം. ഓഡ് ഡേയ്സ് കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത് ഇവിടെ ഫെബ്രുവരി 14 ശേഷം ഫെബ്രുവരിയിലുള്ള ബാക്കിയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുക്കുക. ഫെബ്രുവരി 14 കഴിഞ്ഞാൽ 2023 ഫെബ്രുവരിയിൽ ഒരു നോർമൽ ഇയർ ആയതുകൊണ്ട് 28 ദിവസമാണ് ഉള്ളത്. അപ്പം 14 ദിവസം, ഫെബ്രുവരി 14 കഴിഞ്ഞാൽ ബാക്കി 14 ദിവസവും കൂടി ഉണ്ട് മിച്ചം. 14 പ്ലസ് ഇനി ഒക്ടോബർ 3 തീയതിയല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ സെപ്റ്റംബർ വരെയുള്ള ഓഡ് ഡേയ്സ് എടുക്കുക, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പം ഇനി ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് മാസത്തിലെ ഓഡ് ഡേയ്സ് എടുത്താൽ മതി. ഓഡ് ഡേയ്സ് മാർച്ച് മാസം 31 ദിവസമുണ്ട്. അപ്പോൾ 28 കഴിഞ്ഞ് 3 ദിവസം. ഓഡ് ഡേയ്സ് എടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന ദിവസത്തെ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണ് ഓഡ് ഡേയ്സ്. മാർച്ച് മാസത്തിൽ 31 ദിവസമുണ്ട്. 31/7 ചെയ്യുമ്പോൾ ശിഷ്ടം 3 ആയിട്ട് കിട്ടും. മാർച്ച് മാസത്തിൽ 3 ഓഡ് ഡേയ്സ്. ഏപ്രിൽ മാസത്തിൽ 30 ദിവസമുള്ളൂ, അപ്പോൾ 2 ഓഡ് ഡേയ്സ് വരും. മെയ് മാസത്തിൽ 31 ദിവസമുണ്ട്, അതുകൊണ്ട് 3 ഓഡ് ഡേയ്സ് ഉണ്ട്. ജൂണിൽ 30 ദിവസമുള്ളൂ, 2 ഓഡ് ഡേയ്സ്. ജൂലൈയിൽ 31 ദിവസമുണ്ട്, 3 ഓഡ് ഡേയ്സ്. ഓഗസ്റ്റിൽ 31 ദിവസമുണ്ട്, 3 ഓഡ് ഡേയ്സ്. സെപ്റ്റംബറിൽ 30 ദിവസമുള്ളൂ, 2 ഓഡ് ഡേയ്സ്. ഇനി ഒക്ടോബർ 3 തീയതി ഏത് ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി ഒക്ടോബറിൽ 3 ദിവസമേ ഉള്ളൂ, അത് ഈ ദിവസം ഇങ്ങോട്ടങ്ങ് കൂട്ടുക. കംപ്ലീറ്റ് മന്ത് ഉണ്ടെങ്കിൽ അവിടെ ഓഡ് ഡേയ്സ് എടുക്കുക, അല്ലാത്തടത്ത് റിമൈനിങ് ആയിട്ടുള്ള ദിവസം അങ്ങ് എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ 7 കൊണ്ട് ഹരിച്ചാൽ ഓഡ് ഡേയ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ 14 3 17, 17 2 19, 19 3 22, 22 2 24, 24 3 27, 27 3 30, 30 2 32, 32 3 35. ഇത് 35 എന്ന് കിട്ടി. അപ്പോൾ 35/7, 7 5 35. ശിഷ്ടം 0 ആണ്. അപ്പോൾ 7 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടമാണ് തന്നിരിക്കുന്ന ദിവസത്തോടു കൂടി കൂട്ടേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ദിവസം ഏതാണ്? ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ചൊവ്വ +0, ചൊവ്വ തന്നെ. അപ്പോൾ ഇവിടെ 2023 ഒക്ടോബർ ചൊവ്വാഴ്ചയാണ്. ആൻസർ ഓപ്ഷൻ ഡി. ചോദ്യം, ടൈഗർ എന്ന വാക്കിന് TGIR എന്നെഴുതിയാൽ ഹോഴ്സ് എന്ന വാക്ക് താഴെ പറയുന്നവയിൽ ഏതാണ്? സൊല്യൂഷൻ ടൈഗറിൻ്റെ കോഡ് TEGIR. അതുപോലെ ഹോഴ്സിൻ്റെ കോഡ് എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ടൈഗർ എങ്ങനെ TGIR ആയി നോക്കാം. TGIR അതിവിടെ സെയിം പൊസിഷനിലാണ് അല്ലേ? TGR സെയിം പൊസിഷനിലാണ്. EI ഇവിടെ 1ാമത്തെ 3ാമത്തെ 5ാമത്തെ പൊസിഷനിൽ സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. 2ാമത്തെ 4ാമത്തെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹോഴ്സ് എന്താണ് വരുന്നത്? 1ാമത്തെ 3ാമത്തെ 5ാമത്തെ സെയിം ആയിട്ട് വരും. അതായത് HRE. 2ാമത്തെ 4ാമത്തെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്തേക്കുക. അപ്പോൾ ഇവിടെ O എന്നുള്ളത് ഓയുടെ സ്ഥാനത്ത് S വരും, എസിൻ്റെ സ്ഥാനത്ത് O വരും. നോക്കിക്കേ, HSROE. HSROE അല്ലല്ലോ ഓപ്ഷൻ എയിൽ
HERSO ആണല്ലേ. അപ്പോൾ ഇതല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയല്ല വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വന്നിരിക്കുന്നത് നോക്കാം. ഇതുപോലെയല്ല വന്നിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാണ്, പക്ഷേ ഇത് ഓപ്ഷനിലില്ല. അപ്പോൾ ഇവിടെ ഇനി എന്താണ്? ഇജോറ്റി വരുമോ? ഇജോറ്റി അല്ലെങ്കിൽ BGLQV അല്ലേ. ഇജോറ്റി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഓർഡറിലുള്ള കോഡ് BGLQV ആണെങ്കിൽ സെയിം BGLQV റിവേഴ്സ് കോഡാണ്. കാരണം ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ റിവേഴ്സിലുള്ള പൊസിഷൻ അറിയാനുള്ള കോഡാണ് BGLQV. ഓർഡറിലുള്ള പൊസിഷൻ അറിയാനുള്ള കോഡാണ് ഇംഗ്ലീഷ് ആൽഫബറ്റിൻ്റെ ഇജോറ്റി. പക്ഷേ ഇജോറ്റി വരണമെങ്കിൽ ഈയുടെ സ്ഥാനത്ത് V വരണം. അപ്പോൾ അത് സെയിം പൊസിഷനിലാവും. അങ്ങനെയല്ല വന്നിട്ടുള്ളത്. അപ്പോൾ അതുമല്ല. അപ്പോൾ ഇനി വേറെ എന്താണ്? TGR അതുപോലെ തന്നെ IUEയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്, പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. അങ്ങനെയാണോ? അപ്പോൾ ഇവിടെ എന്താണ് വന്നിട്ടുള്ളത് നോക്കാം അല്ലേ. TGR എന്ന് പറയുമ്പോൾ അത് കൺസോണൻ്റ് ലെറ്റേഴ്സാണ്. TGR IE വവൽസ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പം കൺസോണൻ്റ് ലെറ്റേഴ്സ് സെയിം പൊസിഷനിൽ, വവൽസ് ഇൻ്റർചേഞ്ച് ചെയ്തു. ഓക്കെ, അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ഹോഴ്സ് അല്ലേ, ഹോഴ്സിലെ കൺസോണൻ്റ് ലെറ്റേഴ്സ് സെയിം പൊസിഷനിൽ എഴുതാം. കൺസോണൻ്റ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? HRS. അപ്പോൾ ഇവിടെ HRS അത് സെയിം പൊസിഷനിൽ വരും. വവൽസ് ഇൻ്റർചേഞ്ച് ചെയ്യും. വവൽസ് എന്താണ്? OUE ആണ് വവൽ ലെറ്റേഴ്സ്. അപ്പോൾ അതൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലേ. Oയുടെ സ്ഥാനത്ത് E വരും, ഈയുടെ സ്ഥാനത്ത് O വരും. അപ്പോൾ എന്തായി? HERSO. ഓപ്ഷൻ എ HERSO. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അറിയാമോ? തന്നിരിക്കുന്ന വേർഡിലെ കൺസോണൻ്റ് ലെറ്റേഴ്സ് സെയിം പൊസിഷനിൽ വന്നു, വവൽ ലെറ്റേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്തു. അത്രയുള്ള അങ്ങനെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയൊക്കെ ചേഞ്ച് വരാമെന്ന്. കൺസോണൻ്റ് ലെറ്റേഴ്സ് സെയിം പൊസിഷനിലും വവൽസ് ഇൻ്റർചേഞ്ച് ചെയ്തു വന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. A ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. B അതേ ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ Aയും Bയും ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം? സൊല്യൂഷൻ. A ഒരു ജോലി X ദിവസം കൊണ്ടും അതേ ജോലി തന്നെ B Y ദിവസം കൊണ്ടും ചെയ്തു തീർക്കുകയാണെങ്കിൽ Aയും Bയും ചേർന്ന് ആ ജോലി ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസം അത് XY/X+Y. അപ്പോൾ ഇവിടെ A ഒരു ജോലി 8 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു, അതായത് X 8. B അതേ ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അപ്പോൾ ഇവിടെ Y 10 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. XY/X+Y. അപ്പോൾ ഇവിടെ 8 × 10 ഡിവൈഡ് ബൈ 8 + 10 18. 2 കൊണ്ട് വെട്ടാം. 2 5 10, 2 9 18, 8 5 40/9 ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.